നിങ്ങൾ പോലും അറിയാത്ത നിങ്ങൾ വിശ്വസിച്ചു പോകുന്ന ഒരു 50 കള്ളങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ പറയുന്നത്. ഈ കള്ളങ്ങളെല്ലാം തോറ്റുപോയവരാണ് കൂടുതലും പറഞ്ഞിരിക്കുന്നത്. അതാണ് മിക്ക ജനങ്ങളും വിശ്വസിച്ചു വരുന്നത്. ആദ്യത്തെ കള്ളം, സൗന്ദര്യത്തിന് പ്രാധാന്യമില്ല എന്ന് പറയും. തെറ്റായ ഒരു കാര്യമാണ്. ഒരാൾ ആദ്യമായിട്ട് കാണുമ്പോൾ അയാളെ ജഡ്ജ് ചെയ്യുന്നത് അയാളുടെ സൗന്ദര്യം വെച്ചിട്ട് തന്നെയാണ്. അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് സൗന്ദര്യം ഒരു ഇമ്പോർട്ടന്റ് തന്നെയാണ്. അടുത്തത് പണം കൊണ്ട് സന്തോഷം വരില്ല എന്നാണ്. പണം കൊണ്ട് സന്തോഷം വരും. പണം ഉണ്ടെങ്കിൽ നിങ്ങളുടെ 99% പ്രശ്നങ്ങളും ഒരു പ്രശ്നങ്ങളെ ആയിരിക്കില്ല. ആ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ സന്തോഷം അല്ലാണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പണം കൊണ്ട് സന്തോഷം വരും. പണം കൊണ്ട് എല്ലാം നിന്റെ സമയത്തിന് മാത്രമേ നടക്കുകയുള്ളൂ. പണം ഉണ്ടെങ്കിൽ നീ സ്വതന്ത്രനാണ്. നീ എന്ത് തീരുമാനിക്കുന്നോ അതാണ് നിന്റെ ജീവിതം. പണം ഇല്ലെങ്കിലോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ എപ്പോഴും ഓടിയും കൊണ്ടിരിക്കുന്നുണ്ടാവുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഓടുണ്ടാവില്ല. അങ്ങനെ ഓടിയാൽ തന്നെ നിങ്ങൾ ഓടി ഓടി വയ്യാതാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എവിടെ സന്തോഷം അവിടെ ഉണ്ടാവുക? അടുത്തത് കഷ്ടപ്പെട്ടാൽ പണം ഉണ്ടാകും. ശരിയാ, കഷ്ടപ്പെട്ടാൽ പണം ഉണ്ടാവും. പക്ഷെ ബുദ്ധിയുള്ളവന് കഷ്ടപ്പെടാണ്ടേയും പണം ഉണ്ടാക്കാൻ പറ്റും. വെറുതെ കഷ്ടപ്പെട്ടിട്ട് കാര്യവുമില്ല. ബുദ്ധിയോടെ വേണം നിങ്ങൾ കഷ്ടപ്പെടാൻ. ഹാർഡ് വർക്ക് അല്ല, സ്മാർട്ട് വർക്കാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അടുത്ത പണം സേവ് ചെയ്താൽ പണക്കാരനാവാം. പണം സേവ് ചെയ്താൽ ആ പണം വെറുതെ അവിടെ ഇരിക്കുകയുള്ളൂ. പണക്കാരനാവണമെങ്കിൽ നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ ബിസിനസ് ചെയ്യണം, അല്ലെങ്കിൽ ഉള്ള പണം നിങ്ങൾ ഇൻവെസ്റ്റ് ആണ് ചെയ്യേണ്ടത്. അല്ലാതെ പണം സേവ് ചെയ്താൽ ഒരിക്കലും പണക്കാരനാവില്ല. പണിയെടുത്താലും നിങ്ങൾ പണക്കാരനാവില്ല. കാരണം ജോലി ചെയ്തിട്ട് പണക്കാരനായ ഒരാൾ പോലും ഈ ലോകത്തില്ല. പഠിച്ചാൽ നല്ല ജോലിയും പണം ഉണ്ടാവും എന്നാണ് പറയുന്നത്. തെറ്റായ ഒരു കാര്യമാണ്. പഠിക്കുന്നത് നല്ലതാണ്. പക്ഷെ നിങ്ങൾക്ക് പണം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു സ്കില്ല് വേണം. നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അറിയണം. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ബിസിനസ് എങ്കിലും ചെയ്യണം. പഠിച്ചിട്ട് അതേ ജോലി ചെയ്യുന്നവർ വളരെ കുറവായിരിക്കും. അപ്പോഴും ജോലിയാണ് അവർ ചെയ്യുന്നത്, അല്ലാണ്ട് അവൻ പണം ഉണ്ടാക്കാനുള്ള ഒരു വഴി അവിടെ കാണുന്നില്ല. ദരിദ്രൻ പണത്തെ പേടിക്കും, ബുദ്ധിമാൻ പണം ഉപയോഗിക്കും. നിങ്ങൾ റിസ്ക് എടുക്കാൻ പഠിച്ചാൽ പണം നിങ്ങളെ കൺട്രോൾ എന്തായാലും ചെയ്യും. കാരണം നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ആ കംഫർട്ട് സോണിൽ ഇരുന്ന് പോകും. ഇതാണ് എൻ്റെ ലോകം, ഇങ്ങനെയാണ് എന്ന് വിചാരിച്ചും കൊണ്ടേ നിങ്ങൾ ഇരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ കംഫർട്ട് സോണിൽ ഇരിക്കണ ഒരുത്തനാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾ ലോൺ മാത്രമേ എടുക്കുള്ളൂ. പക്ഷെ നിങ്ങൾ കംഫർട്ട് സോണിൽ അല്ലാണ്ട് ഇരിക്കുന്നവരാണെങ്കിലോ നിങ്ങൾ ബിസിനസ് ലോൺ എടുക്കാനാണ് ശ്രമിക്കുക. അവിടെ ചിന്താഗതിയുടെ വ്യത്യാസമാണ് വരുന്നത്. നെക്സ്റ്റ്, പണം ഇല്ലാത്തതല്ല പ്രശ്നം, പണം ഉണ്ടാക്കാനുള്ള ചിന്ത ഇല്ലാത്തതാണ് പ്രശ്നം. മിക്കവർക്കും പണം ഇരട്ടിയാക്കാനുള്ളത് അറിയുക തന്നെയില്ല. ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാവിടെയും ഉണ്ട്. പക്ഷെ അത് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊന്നും ആരും പഠിക്കാൻ ശ്രമിക്കാറില്ല. അത് അന്വേഷിക്കാറുമില്ല. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അന്വേഷിക്കാറുള്ളൂ, അത് ചെയ്യാറുമുള്ളൂ. നെക്സ്റ്റ്, ശമ്പളം സുരക്ഷയാണ്. അല്ല, ശമ്പളം ഒരു സുരക്ഷയേ അല്ല. ശമ്പളം വെറും ഒരു ഡ്രഗ് മാത്രമാണ്. കാരണം അവിടെ ലൈഫ് സേഫ് ആയിരിക്കും, പക്ഷെ നിങ്ങൾക്ക് വളർച്ച ഉണ്ടാവില്ല. ഒരു എക്സാമ്പിൾ, 9 to 5 ജോബ് നിങ്ങൾ ചെയ്യുകയാണെങ്കിലും ഒപ്പം വേറെ സൈഡ് ബിസിനസ് നിങ്ങൾക്ക് ആവശ്യമാണ്. ജോലി നിങ്ങൾക്ക് ഭക്ഷണം നൽകും, പക്ഷെ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ അത് നിങ്ങളെ സ്വതന്ത്രനാക്കുകയാണ് ചെയ്യുക. നിങ്ങളുടെ കഴിവ് ജോലിയിലല്ല കാണിക്കേണ്ടത്. നിങ്ങളുടെ കഴിവ് എങ്ങനെ അതൊരു ബിസിനസ് ആക്കി മാറ്റാം എന്ന് മാത്രമേ നിങ്ങൾ ചിന്തിക്കാൻ പാടുള്ളൂ. അടുത്തത്, വിജയിച്ചൊരു വ്യക്തിയെ കാണുമ്പോൾ മിക്കവർക്കും അസൂയ തോന്നാറുണ്ട്. എന്നാൽ ഈ അസൂയ തോന്നുന്ന ആൾക്കാർ തന്നെ പരാജയപ്പെട്ടവരെ നല്ല രീതിയിൽ ഉപദേശിക്കാറുമുണ്ട്. എന്നാൽ അവനൊട്ട് അത് ചെയ്യാറുമില്ല. സക്സസ്ഫുൾ ആയ കൂട്ടുകാരനുണ്ടെങ്കിൽ അവനോട് ജലസി തോന്നും. ഫെയിലിയർ ആയ കൂട്ടുകാരനുണ്ടെങ്കിലോ അവനെ അഡ്വൈസ് ചെയ്യുകയോ ചെയ്യുക. വിജയം വാക്കുകളിലല്ല, അത് ശീലങ്ങളിലാണ്. മിക്കവരും ഒറ്റ രാത്രിയും കൊണ്ട് വിജയിക്കാറില്ല. അങ്ങനെ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വണിച്ച കുറേ വർഷങ്ങളുടെ പരിശ്രമം ഉണ്ടാവും. പക്ഷെ ആ ഒറ്റ രാത്രിയിലെ സീനുകൾ മാത്രമേ മിക്ക ആൾക്കാരും കാണാറുള്ളൂ. അതിലൊരു ചിട്ടയുണ്ടാവും, ഡെയിലി റൊട്ടീനും ഉണ്ടാവും. നെക്സ്റ്റ് പോയിന്റ്, വിജയിയെ ചോദ്യം ചെയ്യും, പരാജയപ്പെട്ടവനെ അങ്ങോട്ട് തള്ളിക്കളയുകയും ചെയ്യും. നിങ്ങൾ ശരിയാണ്, നിങ്ങൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ നീ എങ്ങനെ വിജയിച്ചു, എന്ത് വിജയിച്ചു, നിനക്ക് എങ്ങനെ വിജയിക്കാൻ സാധിച്ചു എന്നുള്ള ചോദ്യങ്ങളെല്ലാം നല്ല രീതിയിൽ അസൂയയോടെ ആൾക്കാരോ ബന്ധുക്കളോ ഒക്കെ ചോദിക്കുകയായിരിക്കും. പക്ഷെ നീ പരാജയപ്പെട്ടാലോ പിന്നെ കൂടുതലൊന്നും അവിടെ നിന്റെ അടുത്ത് ആരും ചോദിക്കില്ല. എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളത് അത്യപൂർവമേ ചോദിക്കാറുള്ളൂ. അല്ലെങ്കിൽ പരാജയപ്പെട്ടാലും നിന്നെയാണ് കുറ്റം പറയുകയും ചെയ്യുള്ളൂ. നെക്സ്റ്റ്, സമയം കളയുന്നവൻ ഭാഗ്യത്തെ എപ്പോഴും കുറ്റം പറയും. അവൻ വേണച്ച വെറുതെ സമയം കളയും, ഒരു കാര്യം പഠിക്കുകയില്ല, ഒന്നും ചെയ്യുകയില്ല. പക്ഷെ എനിക്ക് ഭാഗ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് എനിക്ക് ഭാഗ്യമില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് അർത്ഥം. നിങ്ങൾ ആ ഭാഗ്യമുള്ള വഴിക്ക് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ സഞ്ചരിച്ചിട്ടില്ല. സമയത്തിന് വില കൽപ്പിക്കേണ്ടത് പണം കൊണ്ടല്ല, അവസരങ്ങൾ കൊണ്ടാണ്. എന്ന് വെച്ചാൽ
നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് അവസരം ഉണ്ടെങ്കിൽ അപ്പം തന്നെ വേഗം ഇൻവെസ്റ്റ് ചെയ്യുകയാണ് നല്ലത്. അത് നീട്ടി വെക്കാൻ പാടില്ല. കാരണം ഈ മാസത്തെ ചെലവ്, അടുത്ത മാസത്തെ ചെലവ്, അതിന്റെ പിറ്റേ മാസത്തെ ചെലവ്, അങ്ങനെ ചെലവ് നോക്കിയാൽ നിങ്ങൾ ഒരിക്കലും വളരില്ല. ആദ്യം തന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. കാരണം ചെലവ് മിക്കവർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റും, പക്ഷെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടുകയില്ല. സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും ആവില്ല, അങ്ങനെ ഒരു വിചാരം മിക്കവർക്കും ഉണ്ടാവും. അവിടെ സമയമല്ല ശരിക്കും പറഞ്ഞാൽ പോകുന്നത്. സമയം എല്ലാവർക്കും ഒരുപോലെയാണ്. നിങ്ങളുടെ ശീലങ്ങളാണ് വ്യത്യാസം വരാണ്ടിരിക്കുന്നത്. അതിൽ വ്യത്യാസം വരുത്തിയാൽ മതി. നെക്സ്റ്റ് പോയിന്റ്, എനിക്ക് ഭാഗ്യമില്ല. മിക്കവരും പറയണ കേട്ടിട്ടുണ്ട്, എനിക്ക് ഭാഗ്യമില്ല, എനിക്ക് ഭാഗ്യമില്ല എന്ന്. പരിശ്രമിക്കാത്തവന് ഭാഗ്യം ഉണ്ടാവില്ല. അതായത് എനിക്ക് ലോട്ടറി അടിക്കണം, എനിക്ക് ലോട്ടറി അടിക്കണം എന്ന് ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ലോട്ടറി വാങ്ങിയാലേ നിങ്ങൾക്ക് ലോട്ടറി അടിക്കുള്ളൂ. നിങ്ങൾക്ക് ലോട്ടറിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചു കഴിഞ്ഞിട്ട് ലോട്ടറി എടുക്കണമെങ്കിൽ ആ ലോട്ടറി അടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ന്യൂമറോളജി പ്രകാരം ലോട്ടറി എടുക്കുന്ന എനിക്ക് ഒരാളെ അറിയാം. അയാളുടെ ഭാഗ്യ നമ്പർ 4 അദ്ദേഹം അവസാനം ലോട്ടറിയിൽ 4 നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കാറുള്ളൂ. ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും അയാൾക്ക് ലോട്ടറി അടിക്കാണ്ട് ഇരുന്നിട്ടില്ല. നെക്സ്റ്റ് പോയിന്റ്, നിങ്ങളെ താഴെ ഇറക്കുന്നത് മറ്റുള്ളവരല്ല, നിങ്ങളുടെ ഭയമാണ്. കാരണം നിങ്ങൾ താഴെ ചിലപ്പോൾ വീഴുകയായിരിക്കും. ആ താഴെ വീണിട്ട് അവിടെ തന്നെ ഇരിക്കാൻ പാടില്ല. മേലെ കയറാൻ ശ്രമിക്കണം, ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കണം. എല്ലാവരും ചോറ് തന്നെയാണ്. അതിന്റെ ആരോഗ്യം നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾക്ക് എത്ര വയസ്സായി എന്ന് എനിക്കറിയില്ല, പക്ഷെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇത്രയും വർഷം കഴിച്ച ഭക്ഷണത്തിന്റെ ആരോഗ്യം നിങ്ങളുടെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് 30 വയസ്സാണെങ്കിൽ 30 വർഷം ചോറ് കഴിച്ചതിന്റെ ആരോഗ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. ആ ആരോഗ്യം നിങ്ങൾ ഉപയോഗിക്കണം, ഫൈറ്റ് ചെയ്യണം, തിരിച്ചടിക്കണം, വേണ്ടി വന്ന അടിക്കുക തന്നെ വേണം. ആത്മവിശ്വാസം ശബ്ദമില്ലാണ്ട് തന്നെ സംസാരിക്കും. അതായത് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ കാമാണെങ്കിൽ, അത് നിങ്ങൾക്കെതിരെ ഒരു 100 പേര് തിരിഞ്ഞാലും നിങ്ങളത് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ, കൂളായിട്ട് ഇരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളാണ് അവിടെ ജയിക്കുന്നത്. നിങ്ങളൊരു സിനിമയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സ്ട്രോങ് പേഴ്സൺ ആണ്. അല്ലാണ്ട് ഒരു കൂട്ടില്ലാണ്ട് എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ നിങ്ങൾ വളരെ 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 വീക്കാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ജീവിതത്തിൽ വിജയം നേടാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. നെക്സ്റ്റ് പോയിന്റ്, ആരും കൈപിടിച്ച് ഉയർത്തില്ല. നിങ്ങളെ ആരെങ്കിലും രക്ഷിക്കാൻ വരും, ആരെങ്കിലും നിങ്ങളെ സഹായിക്കും, എന്നെ കഴിവ് കണ്ടിട്ട് ആരെങ്കിലും നിങ്ങളെ രക്ഷിക്കും എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊരു തെറ്റായ കാര്യമാണ്. ആരും നിങ്ങളെ രക്ഷിക്കാൻ വരില്ല, അത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. എൻ്റെ അടുത്ത് പലരും പറയട്ടെ, എൻ്റെ അമ്മാവന്മാരൊക്കെ ഗൾഫിലാണ്, പക്ഷെ എനിക്ക് മാത്രം വിസ തരുന്നില്ല. എന്തിനാ അവര് കുറ്റം പറയണത്? അവര് വേണിച്ച കഷ്ടപ്പെട്ട് വേണിച്ച ഒറ്റയ്ക്ക് പോയതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളും പോവാൻ ശ്രമിക്കണം. എന്തിനാ അവരുടെ ഔദാര്യം സ്വീകരിക്കുന്നത്? ലാസ്റ്റ് നിങ്ങൾ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കാരണമാണെന്ന് അവര് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര ദേഷ്യം വരും. വേണിച്ച നിങ്ങൾ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടായിരിക്കും നിങ്ങൾ പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അതിന്റെ ക്രെഡിറ്റ് അവര് നാട്ടുകാരുടെ അടുത്ത്, ബന്ധുക്കളുടെ അടുത്തൊക്കെ പറയുമ്പോഴോ അത് നിങ്ങൾക്ക് ദേഷ്യം തന്നെ വരും. മറ്റുള്ളവരെ സഹായിക്കുമെന്ന് വിചാരിച്ചിരിക്കേണ്ട, ആരും സഹായിക്കാൻ വരില്ല. സഹായിച്ചാൽ തന്നെ സ്വീകരിക്കാണ്ടിരിക്കുന്നതായിരിക്കും പിന്നെയും നല്ലത്. പക്ഷെ പണത്തോട് നോ എന്ന് പറയാൻ പാടില്ല. പണത്തോട് നോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പണം വരില്ല. അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. നെക്സ്റ്റ് പോയിന്റ്, എനിക്ക് എല്ലാം അറിയാം എന്ന് വിചാരമുള്ളവൻ വളരില്ല. നിങ്ങൾക്ക് എല്ലാം അറിയാമെന്ന് വിചാരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നതാണ് സത്യം. നിങ്ങൾ കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നതാണ് സത്യം. പ്രതികാരം അതൊരു ആവശ്യമില്ലാത്ത കാര്യമാണ്. നിങ്ങൾക്ക് വിജയം വേണം. പ്രതികാരം തണുത്തതിന് ശേഷം മാത്രം ചെയ്യുകയാണെങ്കിൽ അതിന് സ്വാദ് കൂടുതലാണ്. ചൂടപ്പം പോലെ പ്രതികരിച്ച അതിന് സ്വാദ് ഉണ്ടാവില്ല. പ്രതികാരം എന്ന വിഭവം തണുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ വിളമ്പാൻ പാടുള്ളൂ. അതിനു മുമ്പ് നിങ്ങളൊരു വിജയം കണ്ടിരിക്കണം.